Hello everyone, welcome to PEPP Learning. I'm Safa and today is the second class of K-TET Category 3 English. And yesterday, our live marathon discussion വെച്ചത് 2023 previous year question paper 11 questions ആയിരുന്നു ഇന്നലെ ചെയ്തത്. And I hope and I believe that all of you studied well and you noted down the points which I have given to you. Okay, and I'm damn sure and you'll get some of the questions from the discussion. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഡിസ്കഷനിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇന്നലെ നമ്മൾ ഒരുപാട് ഫാക്ട്സ് പറഞ്ഞു. ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ഇനി 4-5 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിലേക്ക് ഇനി എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിപ്പീറ്റേഷൻ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കണ്ടെത്താൻ പറ്റുന്നത്, അത്തരം കാര്യങ്ങളിലൂടെയാണ് ഇന്നത്തെ ഡിസ്കഷൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ തന്നെയായാലും ഒരുപാട് തിയറി പാർട്ട് പഠിച്ചു കഴിഞ്ഞാലും പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഹാവ് ടു പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾക്ക് നിങ്ങൾ ഒരുപാട് ചെയ്തിരിക്കണം. പെപ്പ് ലേണിംഗിൽ നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റ്, K-TETന്റെ ഫ്രീ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ പെപ്പ് ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ത്രൂ ദ പ്രാക്ടീസ് ആൻഡ് യു വിൽ ഗെയിൻ ദ എക്സാം ആൻഡ് യു വിൽ ഗെറ്റ് ദ കോൺഫിഡൻസ് ടു അറ്റൻഡ് ദ എക്സാം. ഐ എം ഡാം ഷുവർ. ആൻഡ് yesterday we discussed some questions, 11 questions, and among these 11 questions and we find out that the topics from Indian English literature and modern period, post-modern period, അങ്ങനെ ഒരുപാട് ഏരിയയിലൂടെയാണ് ക്വസ്റ്റ്യൻസ് കടന്നു പോകുന്നത് മനസ്സിലായി. എല്ലാ ഏരിയയിൽ നിന്നും 2-1 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ 11th ക്വസ്റ്റ്യൻസിന് ശേഷം ആൻഡ് 12th ഓൺവേർഡ്സ് എന്തെല്ലാം ടോപ്പിക്സിലൂടെയാണ് ഈ മെയിൻ ഇംഗ്ലീഷ് കടന്നു പോകുന്നത് അറിയാലോ. 150 ക്വസ്റ്റ്യൻസ് ആണ്. among these 150 questions, once again I would like to say, and 40 questions from psychology and 30 questions from common English and 80 questions from your main English, and this 80 questions means 30 questions from pedagogy and 50 questions from your main English, English literature and English language and English grammar and American literature, British literature, criticism, everything is included in this 50 questions. Okay, let's moving on to the question paper discussion of 2023 May K-TET Category 3 examination. And this is the 12th question. All of you look at this board and find out the answer. Which of these plural form is incorrect? ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു, ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ടുള്ള, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. നൗ യു ഗെറ്റ് ദ ക്വസ്റ്റ്യൻ ഫ്രം ദ അതർ സൈഡ് ഓഫ് യുവർ ഇംഗ്ലീഷ് സബ്ജക്റ്റ്. ദാറ്റ് മീൻസ് പ്ലൂറൽ ഫോം റിലേറ്റഡ് ടു വാട്ട് ദ ഗ്രമാറ്റിക്കൽ പാർട്ട്, ഓക്കെ, is incorrect. Plural form is incorrect. Which form of this plural form is incorrect? This is the question. Now we are going to do this. And what is the answer of this? And here 4 options are there. First option 1960s and PhDs, 4s, TVs, plural form, singular and plural. Like first you should know, all of you know that, and singular and plural എല്ലാവർക്കും അറിയുന്നുണ്ടാകും. എങ്കിൽ പോലും ഞാൻ പറയാം, സിംഗുലർ ഏകവചനം, പ്ലൂറൽ ബഹുവചനം, അല്ലെ, ഒന്നിലേറെ ആളുകൾ ഒന്നിലേറെ വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ വൺ ആൻഡ് ദാറ്റ് ഈസ് സിംഗുലർ. ആൻഡ് പ്ലൂറൽ ഫോം, ഇപ്പോൾ വൺ എക്സാമ്പിൾ ക്യാറ്റ്. ക്യാറ്റ്, വാട്ട് ഡു മീൻ ബൈ ക്യാറ്റ്? ഒറ്റൊരു ക്യാറ്റ്, അല്ലെ, ഒരു പൂച്ച എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് ക്യാറ്റ്സ്, അത് ഒന്നിലേറെ. But this is singular and this is plural. അപ്പോൾ ക്യാറ്റിന്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? S ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. And another example, book. And this is singular. And if we added if we add this S and this is a plural. So now look at these options, and here 4 options are there. 1960s, PhDs, 4s, TVs, and which is the incorrect? Okay, which is the incorrect plural form is the question. And which is your answer? Okay, here got the 2 correct answer. And option A, ഇതിൽ അവർ പറയുന്ന ആൻസർ 1960s ആണ്. Why it is 1960s? And do you know that why this is 1960s? Why this is 1916? Because this marker, this is an apostrophe. Apostrophe S ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
And what is the usage of apostrophe? അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും apostrophe വെച്ചിട്ട് പ്ലൂരൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ PhDs, ഫോഴ്സ് ആൻഡ് TVs അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ apostrophe ഇവിടെ 1960s എന്നാണ് പറയേണ്ടത്. 1960s. apostrophe എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ അവൻ്റെ എന്നൊക്കെ പറയുന്ന സമയത്താണ് apostrophe യൂസ് ചെയ്യുക അല്ലേ? ഒരു വ്യക്തിയുടെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് apostrophe യൂസ് ചെയ്യുക. ഇവിടെ പ്ലൂരൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ വേറെ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. ഇത് കണ്ടോ, ഇതിൽ apostrophe ഇല്ല, PhDസിൽ apostrophe ഇല്ല, ആൻഡ് ഫോഴ്സിൽ apostrophe ഇല്ല, ആൻഡ് TVസിലും apostrophe ഇല്ല. ദാറ്റ് മീൻസ് പിന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ കാഴ്ചയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത്, and that is the first option, 1960s. So you can find out the answer and from by doing like this. Just look at the options, and if you find out anything different from others, okay, that's the answer. നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ you should do this type of guesswork, and very intelligent and scientific guesswork we have to do in the examination moment. Okay, and this is the explanation of this 12th question. This is the answer, 1960s, because apostrophe is not allowed in the case of plural. Now question number 13. A verb or sentence. Again question from grammar part. ഈ grammar മെയിൻ ഇംഗ്ലീഷിലും വരും കോമൺ ഇംഗ്ലീഷിലും വരും. അപ്പോൾ ഒരു പഠനം പഠിച്ചാൽ നിങ്ങൾക്ക് രണ്ട് ഭാഗത്ത് യൂസ് ചെയ്യാം. A verb or sentence that cannot take a direct object is said to be. A verb or sentence that cannot take a direct object is said to be. ഒരു verb means എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ ഡിറക്റ്റ് ഒബ്ജക്റ്റ് എടുക്കുന്നില്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് വേർബ് ഇസ് കോൾഡ് ഓപ്ഷൻ എ ട്രാൻസിറ്റീവ് വേർബ്, ഓപ്ഷൻ ബി ഇൻട്രാൻസിറ്റീവ് വേർബ്, ഓപ്ഷൻ സി intrinsic verb, and option D invariable verb. And which is your answer? Here we got one answer from Suhail. Is it transitive, intransitive, intrinsic, invariable? When you look at these options and two things are same, transitive and almost same, that's transitive or intransitive. Okay, we get the correct answer in our chat box. That is intransitive verb. Intransitive verb is the right answer. Intransitive verb is the right answer. How this is an intransitive verb? And example, he drinks water. He drinks water. He drinks water. He is the subject and drink is the verb. എന്താണ് കുടിച്ചത്? Object. അല്ലേ? Water. He drinks water. Subject, verb, object. SVO pattern. That is the pattern of sentence pattern of English language. He drinks water. And now we get the object here. That means we get the direct object. എന്താണ് അവൻ കുടിച്ചത് എന്ന ക്വസ്റ്റ്യന് വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ ഉണ്ട്. വെള്ളമാണ് കുടിച്ചത് അല്ലേ? ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് ഇസ് വെരി ഡിറക്റ്റ്, ദ വിസിബിൾ അല്ലേ? വെരി ക്ലിയർ. സോ നൗ ദിസ് ഇസ് കോൾഡ് ട്രാൻസിറ്റീവ് വേർബ്. ഇങ്ങനെയുള്ള ഈ വേർബിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നൗ ഹിയർ ഡ്രിങ്ക് ഈസ് എ ട്രാൻസിറ്റീവ് വേർബ്. Then what would intransitive verb? He died. He is the subject. മരിച്ചു അല്ലേ? മരണപ്പെട്ടു എന്നൊക്കെ പറയാം. died. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ he drinks, അവൻ കുടിച്ചു. എന്ത്? ആ കുടിക്കുക എന്ന വേർബിന് നമുക്ക് what എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. വെള്ളമോ ജ്യൂസോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പക്ഷേ he died, അവൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ died എന്നുള്ള വേർബിന് എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ, ഇവിടെ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ടോ? അവൻ മരണപ്പെട്ടു. എന്ത്? മരണപ്പെട്ടത് എന്ത് നമ്മൾ പറയോ? ഇല്ല. ഒന്നെങ്കിൽ ഇന്നലെ മരണപ്പെട്ടു, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടു, അല്ലെങ്കിൽ ബോധക്ഷയം വന്ന് മരണപ്പെട്ടു, അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നല്ലാതെ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ വാട്ട് എന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ ലഭിക്കുന്നില്ല. That's why died എന്ന് പറഞ്ഞ verb ഇവിടെ do not take the direct object.
Okay, do not take the direct object, and that type of object is called, and now died is called intransitive verb, and died is called intransitive verb. You got the explanation? Transitive means the verb that takes the object directly, and intransitive verb the verb that do not take the object directly. Okay, that's the difference between transitive or intransitive. Okay. Now, a verb or sentence that cannot take direct object is called intransitive. Okay. Now, question number 14. Okay, question number 14. ഇതുവരെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഗ്രാമർ പാർട്ടായിരുന്നു. ഒന്ന് ചോദിച്ചത് പ്ലൂരൽ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർബ് റിലേറ്റഡ് ആയിട്ടായിരുന്നു. ഇനി അടുത്തത് എന്താണ്? ദ സ്യൂഡോനിം എലിയ റെഫേഴ്സ് ടു. സ്യൂഡോനിം അല്ലെ, തൂലിക നാമം. എലിയ റെഫേഴ്സ് ടു ഓപ്ഷൻ എ ചാൾസ് ലാംബ്, ഓപ്ഷൻ ബി സാമുവൽ ജോൺസൺ, ഓപ്ഷൻ സി ബെർണാർഡ് ഷോ, ഓപ്ഷൻ ഡി H.G. വെൽസ്. വിച്ച് ഈസ് യുവർ റൈറ്റ് ആൻസർ? ദ സ്യൂഡോനിം എലിയ റെഫേഴ്സ് ടു. ഈ എലിയ എന്ന് പറഞ്ഞ തൂലിക നാമം ആരുടേതാണ്? ചാൾസ് ലാംബ് ആണോ, സാമുവൽ ജോൺസൺ ആണോ, ബെർണാർഡ് ഷോ ആണോ, H.G. വെൽസ് ആണോ? ആൻഡ് വിച്ച് ഈസ് യുവർ ആൻസർ? വിച്ച് ഈസ് യുവർ ആൻസർ? ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. ഇത് റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഈ ചാൾസ് ലാംബ് അതുപോലെ ട്രാൻസിറ്റീവ് ഓർ ഇൻട്രാൻസിറ്റീവ് വേർബൊക്കെ നമുക്ക് ഒരുവിധ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചാൾസ് ലാംബ് ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു അല്ലേ എക്സ്പ്ലനേഷനിൽ. ഓക്കെ, ചാൾസ് ലാംബ് ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. സുഹേലിൻ്റെ വക ഒരു കറക്റ്റ് ആൻസർ ഉണ്ട്. ചാൾസ് ലാംബാണ് എലിയ എന്ന് പറയുന്നത്. ലാംബിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. ചാൾസ് ലാംബുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സാണ് ഞാൻ തരാൻ പോകുന്നത്. ദ സ്യൂഡോനിം എലിയ റെഫേഴ്സ് ടു ചാൾസ് ലാംബ്. And this is the essay collection. This is the collection of essay by Charles Lamb. Collection of essays. Collection of essays by Charles Lamb. And this collection is called Essays of Elia. Essays of Elia is the collection written by Charles Lamb. And in this collection, a very famous essay is included, that is called Dream Children, a Reverie. പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ കോളേജിലാണെങ്കിലും ഒക്കെ. നമ്മൾ പൊതുവെ ഒരു കോമൺ ആയിട്ട് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ് ഡ്രീം ചിൽഡ്രൻ റെവറി. ഈസ് എ വെരി ഫേമസ് എസ്സേ ആൻഡ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് കളക്ഷൻ, ദാറ്റ് ഈസ് എസ്സേസ് ഓഫ് എലിയ. ഓക്കെ, എസ്സേസ് ഓഫ് എലിയ. ഇൻ ദിസ് കളക്ഷൻ ഡ്രീം ചിൽഡ്രൻ റെവറി ഈസ് ഇൻക്ലൂഡഡ് ആൻഡ് ദിസ് ഈസ് ദ പേഴ്സണൽ എസ്സേ. ദിസ് ഈസ് സംതിങ് ഓട്ടോബയോഗ്രഫിക്കൽ ഓഫ് ചാൾസ് ലാംബ് ആൻഡ് ദിസ് ഇസ് ദ പേഴ്സണൽ എസ്സേ. ആൻഡ് ഇൻ ദിസ് എസ്സേ 2 ചിൽഡ്രൻ അല്ലേ, 2 കുട്ടികളെ മെൻഷൻ ചെയ്യുന്നുണ്ട്. These 2 children were eagerly waiting for the narrating the story by Charles Lamb, okay, and Elia and Alice and John. ഇവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓഥറുടെ കഥ അല്ലേ. ആലിസ് ആൻഡ് ജോൺ, they are children mentioned in this essay, dream children, a reverie. Dream children, a reverie, and this is essay included in this collection, Essays of Elia. ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം. And Charles Lamb's pseudonym is Elia. And other one, Tales from Shakespeare. വേറൊരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ Tales from Shakespeare. ഷേക്സ്പിയറിൽ നിന്നും കുറച്ച് കഥകൾ, Tales from Shakespeare. But he wrote with accompanying his own sister Mary Lamb. ചാൾസ് ലാംബിന്റെ സിസ്റ്റർ പേരാണ് മേരി ലാംബ്. ഇപ്പം മേരി ലാംബും റൈറ്റർ ആയിരുന്നു. ആൻഡ് ദേ ടുഗദർ റോട്ട് some very notable and essays. And here Tales from Shakespeare is one of this. Tales from Shakespeare co-authored with his sister Mary Lamb. Okay, ചാൾസ് ലാംബിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട് അല്ലേ. അസ്ന അബ്ദുൽ ജലീൽ. ഓക്കെ, ആൻഡ് എവ്രി വൺ ഗോട്ട് ദി കറക്റ്റ് ആൻസർ. ആൻഡ് ഡ്രീം ചിൽഡ്രൻ, ഡോണ്ട് ഫോർഗെറ്റ് ദീസ് നെയിംസ് ആൻഡ് ആലിസ് ആൻഡ് ജോൺ. ഓക്കെ, നൗ അതർ എക്സ്പ്ലനേഷൻ, ദ സൗത്ത് സീ ഹൗസ് അല്ലേ. ഡ്രീം ചിൽഡ്രനെ പോലെ തന്നെ ആ എസ്സേസ് ഓഫ് എലിയയിലെ മറ്റൊരു എസ്സേയാണ് ദ സൗത്ത് സീ ഹൗസ്. ദ സൗത്ത് സീ ഹൗസ് ഫ്രം ദ എസ്സേസ് ഓഫ് എലിയ അല്ലേ. ഇതും ഇതിൽ കിട്ടിയതാണ് ദ എസ്സേസ് അല്ലേ. ഇത് എസ്സേസ് ഓഫ് എലിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കളക്ഷനിൽ നിന്നുമാണ് ഈ ഒരു എസ്സേയും നമ്മൾ വായിച്ചിട്ടുള്ളത്. ദ സൗത്ത് സീ ഹൗസ്. ആൻഡ് വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സൗത്ത് സീ ഹൗസ്?
This South Sea House is closely related to Charles Lamb's life because Charles Lamb worked in South Sea House. ഈ ഒരു South Sea Houseലാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ ദിസ് വർക്ക് ആൻഡ് ഹീ ടോക്ഡ് അബൌട്ട് ദ co-workers. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള co-workersനെ ഓരോരുത്തരായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് this South Sea House is related to his life. That is why this is an autobiographical essay. Dream Children, a Reverie, and the South Sea House, and all this belonged to his own life. And that means something autobiographical. ഇപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ഒന്ന് ഡ്രീം ചിൽഡ്രൻ പറഞ്ഞു, രണ്ടാമത് സൗത്ത് സീ ഹൗസ് പറഞ്ഞു. അത് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലേസിലെ വർക്കേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റിമെമ്പർ ദീസ് ടു എസ്സേസ്, ഡ്രീം ചിൽഡ്രൻ, എ റെവറി and the South Sea House, and both taken from his collection of essays that is called Essays of Elia. Now Essays of Elia and Tales from Shakespeare, which presents the glorious past of South Sea House Company, and this is the company, South Sea House Company, and its inglorious end. Now this is the question we are discussing now, and the Elia pseudonym refers to Charles Lamb. Then what about Dr. Johnson? Dr. Samuel Johnson, and belonged to neoclassical, the end of the neoclassical period. That means the beginning of the transition of pre-romantic age. Dr. Johnson, and Dr. Johnson known for dictionaries, and also he coined the term metaphysical. അദ്ദേഹമാണ് metaphysical എന്ന term coin ചെയ്തത്. Metaphysical, yesterday we talked about that, അല്ലേ? ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. Metaphysical എന്ന term coin ചെയ്തത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഏത് വർക്കിലായിരുന്നു? ലൈഫ്സ് ഓഫ് പോയറ്റ്സിലായിരുന്നു. വാട്ട് ഇസ് speciality of lives of poets, and he wrote the 52 writers biography in this work. Okay, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി ബെർണാഡ് ഷോ, അല്ലേ? ബെർണാഡ് ഷോ നമ്മൾ മോഡേൺ പീരീഡുമായി ബന്ധപ്പെട്ട ഒരു ഡ്രമാറ്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരുപാട് പ്ലേസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹിസ് പ്ലേസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പ്ലസന്റ് പ്ലേസ് ഓർ അൺപ്ലസന്റ് പ്ലേസ്. പ്ലസന്റ് പ്ലേസ്, അൺപ്ലസന്റ് പ്ലേസ്. പ്ലസന്റ് പ്ലേസും അൺപ്ലസന്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡ്രാമയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി റോട്ട് 4 പ്ലസന്റ് പ്ലേസ് ആൻഡ് 3 അൺപ്ലസന്റ് പ്ലേസ്. 4 പ്ലസന്റ് പ്ലേസ് ആൻഡ് 3 അൺപ്ലസന്റ് പ്ലേസ്. അതിലൊരു അൺപ്ലസന്റ് പ്ലേ ആയിട്ടുള്ള മിസ്സസ് വാറൻസ് പ്രൊഫഷൻ, ആൻഡ് ദാറ്റ് വാസ് വെരി കോൺട്രവേഴ്ഷ്യൽ ബിക്കോസ് ഹി മെൻഷൻഡ് അബൌട്ട് prostitution in this work. That's why it's very controversial, Mrs. Warren's profession. And Bernard Shaw, okay, modern dramatist, and is very famous Pygmalion, okay, Pygmalion, it's very famous one, okay. Pygmalion is a very famous drama. Pygmalion ഒരു മൂവി ആയിട്ടുണ്ട്, മൈ ഫെയർ ലേഡി. മൈ ഫെയർ ലേഡി is the movie evolved from his drama Pygmalion, and Pygmalion is based on Greek myth, അല്ലെ? ഒരു ഗ്രീക്ക് മിത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രാമയാണ്. പിന്നെ അതുപോലെ തന്നെ എലീസ ഡൂലിറ്റിൽ ആണ് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ്. എലീസ ഡൂലിറ്റിൽ, okay, എലീസ ഡൂലിറ്റിൽ. Eliza Doolittle, okay, as the protagonist of Pygmalion. Pygmalion became a movie, that's the My Fair Lady, and all this is specialty of Bernard Shaw and H.G. Wells, and these are the writers included in this option. Now, moving on to the 15th question, you can read and give me the answers. Growth of a poet's mind. Growth of a poet's mind is the alternate title of dash. Option A, Dejection and Ode. Option B, Ode on Intimations of Immortality. Option C, The Prelude. Option D, Tintern Abbey. Listen, this is the repeated one. ആൻഡ് ഗ്രോത്ത് ഓഫ് പോയറ്റ്സ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വർക്കിൻ്റെ, അല്ലെ, അല്ലെങ്കിൽ അത് എന്തിൻ്റെ ഒരു സബ് ടൈറ്റിൽ ആണെന്നാണ് ചോദിക്കുന്നത്. ഓൾട്ടർനേറ്റ് ടൈറ്റിൽ മീൻസ് സബ് ടൈറ്റിൽ. ഇത് ഏത് വർക്കിൻ്റെ സബ് ടൈറ്റിൽ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആ വർക്കിന് ഇതിന് മുൻപും ചോദിച്ചിട്ടുണ്ട്. അത് വളരെ എപ്പോഴും എക്സാമിന് എന്താ പറയുക, എക്സാം ക്വസ്റ്റ്യൻസ് ഇടുന്ന ആളുകൾക്ക് വളരെ എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അത് പല രീതിയിൽ ചോദിക്കും എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം നിങ്ങളുടെ ആൻസേഴ്സ് എന്താണ്?
Growth of poet's mind. Which is your answer? You don't get the answer? Growth of poet's mind. ഒരു പോയറ്റ്സിൻ്റെ മൈൻഡിൻ്റെ ഒരു ഗ്രോത്ത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഏത് വർക്കിൻ്റെ സബ് ടൈറ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Here the answer is the prelude. Okay, the prelude is the right answer. The prelude is the right answer. Prelude. Okay, the prelude. Growth of poet's mind. The prelude, growth of poet's mind. This is the work's title. This is the work's title, and this is the subtitle, growth of poet's mind. Growth of poet's mind. And who wrote this work? The prelude, growth of poet's mind. Who wrote this work? And this work is written by William Wordsworth. Okay, this is written by William Wordsworth. William Wordsworth belonged to romantic period, romantic age. Romantic age, what's the specialty of romantic age? And romantic period is started with the publication of lyrical ballads. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് ഇൻ 1789. Okay, 1798. 1798. 1798 publication of lyrical ballads. Lyrical ballads. And this is by Wordsworth and Coleridge, and this is the beginning of the romantic period. And this period, a great writer, William Wordsworth, autobiographical work. The prelude is the autobiographical work. ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്, കുറച്ച് ഡിലേ ആവും ഇതിലേക്ക് വരാൻ, അതുകൊണ്ടാണ്. And now we are moving to the explanation of this, the prelude, William Wordsworth, and this is the autobiographical. This is the autobiographical work by William Wordsworth, the prelude. The subtitle is growth of poet's mind. That means that's talking of his own growth of mind. And dejection and ode. Dejection and ode. This is the poem written by Samuel Taylor Coleridge, S.T. Coleridge. Samuel Taylor Coleridge, and co-worker and contemporary of William Wordsworth. And they together published lyrical ballads in 1798. Okay. And second option, ode on intimations of immortality. Maranam, immortality. Ode on intimations of immortality is the poem written by William Wordsworth. And the last option, the Tintern Abbey. And this is also a poem written by William Wordsworth. Okay, അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ചോദിക്കാറുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ ഡിജക്ഷൻ ചോദിച്ചിട്ടുണ്ട്, ഓഡ് ഓൺ ഇൻറ്റിമേഷൻസ് ചോദിച്ചിട്ടുണ്ട്, ടിൻറ്റൺ ആബി ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ച കാര്യങ്ങളാണ്. പിന്നെ ഓർമ്മിച്ച് വെക്കുക, 1798 ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ്ഡ്. ഇതൊരു ലിറിക്കൽ ബാലഡ്സിൽ ഒരുപാട് പോംസ് ഉണ്ട്. 2 പേരായിരുന്നു പബ്ലിഷ് ചെയ്തത്, വില്യം വേർഡ്സ്വർത്ത് ആൻഡ് കോളേജ്. ആൻഡ് ദ സെക്കൻഡ് എഡിഷൻ, ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ ആണ് പബ്ലിഷ് ചെയ്തത് ഇൻ 1800. അത് നമുക്ക് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയാം. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് ഇത് ആര് മാത്രമേ ഉള്ളൂ? വില്യം വേർഡ്സ്വർത്ത് ഒറ്റയ്ക്കാണ് പബ്ലിഷ് ചെയ്തത്. William Wordsworth himself published second edition of lyrical ballad and preface, ആമുഖം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, preface to lyrical ballads that was in 1800 by William Wordsworth himself. Clear? And lyrical ballads 1798 വേർഡ്സ്വർത്തും കോളേജും. ഇത് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്, പക്ഷെ തെറ്റിപ്പോകും. പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് ആരാണെന്ന് ചോദിക്കുമ്പോൾ വേർഡ്സ്വർത്തിനെ മാത്രമേ പറഞ്ഞാൽ മതി. എന്നാൽ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുമ്പോൾ വേർഡ്സ്വർത്തും കോളേജും ഒരുമിച്ചാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. വെർജിന വുൾഫ്, ആനി എർനോക്സ്, ജോർജ് എലിയറ്റ്, ഹെർട്ട മുല്ലർ ഒക്കെ ഓപ്ഷനിലുണ്ട്. നോക്കാം.
two women novelists. Okay, two women novelists who have written novels titled The Years. The Years is the title of the work written by two female writers. ഈ ഒരു ടൈറ്റിലിൽ രണ്ടുപേര് എഴുതിയിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് എഴുതിയ കാര്യമല്ല ചോദിക്കുന്നത്. രണ്ടുപേര് എഴുതിയിട്ടുണ്ട്, അതും രണ്ട് വർക്കാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓപ്ഷൻ സിൽവിയ പ്ലാത്ത്, വെർജീനിയ വൂൾഫ്. ആനി എർനോക്സ്, വെർജീനിയ വൂൾഫ്. ആനി ബ്രോണ്ടെ, ജോർജ് എലിയറ്റ്. ആനി എർനോക്സ്, ഹെർട്ട മുള്ളർ. And now which is your answer? Two women novelists who have written novels titled The Years. And this is the rare question. But in this option and the answerൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു നെയിമുണ്ട്. അവരെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഓർഡർ ഇതിലുണ്ട്, പക്ഷേ ആ ചോദിക്കുന്ന ചോദ്യം ഇപ്രാവശ്യം വ്യത്യസ്തമായതായിരുന്നു. Which is the answer? Okay, Asna got the right answer. Yes, very good. Here, second option, Annie Ernaux and Virginia Woolf. Okay, Annie Ernaux and Virginia Woolf. And these are the two women novelists. പക്ഷേ Virginia Woolf കുറേ മുൻപുള്ള ആളാണ്. ആനി എർനോക്സ് കുറച്ച് ഇങ്ങോട്ടുള്ള ആളാണ്. ഓക്കെ, വെർജീനിയ വൂൾഫ് ആൻഡ് ആനി എർനോക്സ്, ആൻഡ് ദേ wrote some works, അല്ലെ, one work, and the title became The Years. Just find out that. This is the answer. ആനി എർനോക്സ്, The Years എന്ന് പറഞ്ഞാൽ അത് അവരുടെ വർക്കാണ്. ദിസ് എ മെമ്മോ, അല്ലെ. മെമ്മോ മീൻസ് സം പേഴ്സണൽ നെറേറ്റീവ്സ് ആൻഡ് സംതിങ് റിലേറ്റഡ് ടു ദിസ് പേഴ്സണൽ തിങ്സ്, അല്ലെ, ഈ ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ പറയും. ആൻഡ് വെർജീനിയ വൂൾഫ്, ദി ഇയേഴ്സ്, ദിസ് ഇസ് ദ നോവൽ. രണ്ടും സെയിം ടൈറ്റിലാണ്, പക്ഷെ ഓതേഴ്സ് വ്യത്യസ്തമുണ്ട്, കാലഘട്ടം വ്യത്യസ്തമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കുഴക്കിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പക്ഷേ Virginia Woolf is always a repeated person in the examination, in the question paper of K-TET. Virginia Woolf, then she belonged to what? And she belonged to this Bloomsbury group, and always we get the questions from this Bloomsbury group. And now Bloomsbury group ne kurnu parayadirikkan pattilla, കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. Virginia Woolf ne നമ്മൾ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല, and she is the repeated person in the K-TET examination. ബ്ലൂംസ്ബറി ഗ്രൂപ്പ്, വെർജീനിയ വൂൾഫ്. ആരൊക്കെയാണ് ബ്ലൂംസ്ബറി ഗ്രൂപ്പിലെ മെമ്പേഴ്സ് നോക്കാം. വെർജീനിയ വൂൾഫ്, ജോൺ മേനേഡ് കീനീസ് ആൻഡ് ജെയിം കീനീസ്, ആൻഡ് ഇ.എം. ഫോർസ്റ്റർ, വെനേസ ബെൽ ആൻഡ് ലിറ്റൻ സ്ട്രാച്ചി. ഈ പേര് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിരിക്കണം, അല്ലേ? കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ലിറ്റൻ സ്ട്രാച്ചിയുടെ ഒരു വർക്ക് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതാണെന്നറിയോ? കറക്റ്റ് നമുക്ക് ലിറ്റൻ സ്ട്രാച്ചിയുടെ ഒരു 2-3 തവണ ചോദിച്ചിട്ടുണ്ട് ഈ സെയിം, അല്ലേ? എമിനന്റ് വിക്ടോറിയൻസ് is the work by Lytton Strachey. In this Eminent Victorians, Lytton Strachey talked about biography of 4 persons. 4 ആളുകളുടെ ജീവചരിത്രത്തിലൂടെയാണ് എമിനന്റ് വിക്ടോറിയൻസ് എന്ന വർക്ക് പോകുന്നത്. ബയോഗ്രഫി ആണെന്ന് ഇത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. അത് ബയോഗ്രഫി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ലിറ്റൻ സ്ട്രാച്ച് ബിലോങ് ടു ബ്ലൂംസ്ബറി ഗ്രൂപ്പ്, വെർജീനിയ വൂൾഫ്, ജെ.എം. കീനേസ്, ഇ.എം. ഫോസ്റ്റർ, Vanessa Bell. All these are the members belonging to Bloomsbury group. And എന്താണ് അത് ഈ Bloomsbury? Just find out that they lived, worked or studied together near Bloomsbury, London. ഇതൊരു പ്ലേസ് ആണ് കേട്ടോ. ലണ്ടൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലേസ് ആണ് Bloomsbury. And they spent their time by sitting and in this Bloomsbury place, and they talked and they lived, they discussed many things. ഈ Bloomsbury എന്ന പ്ലേസിൽ ഇരുന്നിട്ട് അവരൊരുപാട് ചാറ്റ് ചെയ്യുന്നു, ലിറ്ററേച്ചറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വേ ഓഫ് തോട്ട് ഉണ്ടായിരുന്നു. That is called Bloomsbury group. And why this Bloomsbury? Because Bloomsbury is a place in London, and they spent in that place, and they worked together, lived together, talked together. Who are these persons? Virginia Woolf, J.M. Keynes, E.M. Forster, Vanessa Bell and Lytton Strachey. And this is about Virginia Woolf, okay, and Bloomsbury group. Okay, now 17th question.
Okay, do you get the answer of this question? The stanzaic pattern of elegy written in a country churchyard. The stanzaic pattern. Elegy written in a country churchyard. Repeated work, repeated poem. Okay, elegy written in a country churchyard. Elegy written in a country churchyard is a repeated one in the K-TET examination. എപ്പോഴും ചോദിക്കുന്ന ഒരു വർക്കാണ്. പക്ഷേ ഇപ്രാവശ്യം ചോദിച്ചത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സ്റ്റാൻസൈക് പാറ്റേൺ, അത് ഏത് മീറ്ററിലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റാൻസൈക് പാറ്റേൺ ഈസ് ദ ക്വസ്റ്റ്യൻ അല്ലേ. സ്റ്റാൻസൈക് പാറ്റേൺ ഓഫ് elegy written in a country churchyard. Now option couplet, tercet, quatrain and sestet. Couplet, tercet, quatrain and sestet. Now Nasiba, okay, very good. Nasiba, you got the right answer. That's it. Which is the right answer? Quatrain. Like quatrain എന്താണ്? Quatrain means ഒരു സ്റ്റാൻസയിൽ എത്ര ലൈൻസ് ഉണ്ടായിരിക്കും? 4 ലൈൻസ്. അങ്ങനെയാണെങ്കിൽ കപ്ലെറ്റിൽ 2 ലൈൻസ്. ആൻഡ് വാട്ട് അബൌട്ട് ടേഴ്സെറ്റ്? ആൻഡ് ടേഴ്സെറ്റിലാണെങ്കിൽ 3 ലൈൻസ്. ഓക്കെ, 3 ലൈൻസ് ഒക്കെ അവിടെ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. സെസ്റ്റെറ്റിലാണെങ്കിൽ 6 ലൈൻസ്. ഈ സെസ്റ്റെറ്റ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പെട്രാർക്കൻ സോണറ്റ് പറയുന്ന സമയത്ത് അല്ലേ. പെട്രാർക്കൻ സോണറ്റ് കൺസിസ്റ്റ് ഓഫ് ഒക്ടേവ് ആൻഡ് സെസ്റ്റേറ്റ്. ഒക്ടേവ് മീൻസ് 8 ലൈൻസ് അല്ലേ. ഒക്ടേവ്, ഞാൻ അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഒക്ടേവ് 8 ലൈൻസ്. ഓക്കെ, 8ഉം പിന്നെ 6 ലൈന് സെസ്റ്ററ്റും എത്രയായി? 14 ലൈൻസ്. ഈ 14 ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോണറ്റ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് സോണറ്റ് ആരാണ്? ഫാദർ ഓഫ് സോണറ്റ് പെട്രാർക്ക്. ഓക്കെ, പെട്രാർക്ക്. ആൻഡ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോണറ്റ് ആരാണ്? വ്യാട്ട്. ഓക്കെ, വ്യാട്ട്. ഫാദർ ഓഫ് സോണറ്റ് പെട്രാർക്കാണ്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോണറ്റ് അത് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന വ്യാട്ടാണ്. ഓക്കെ, ഇനി പെട്രാർക്കൻ സോണറ്റിന്റെ പ്രത്യേകത 14 ലൈൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 8 ലൈൻസ് ആർ കോൾഡ് ഒക്ടേവ്. ഓക്കെ, ആൻഡ് അതൊറ്റ സ്റ്റാൻസയാണ്. അതിൽ 8 ലൈൻസ് ആണ്. അത് ഒക്ടേവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത് സ്റ്റാൻസിൽ എത്ര ലൈൻസ് വരുന്നുണ്ട്? 6 ലൈൻസ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് സെസ്റ്ററ്റ്. ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ്. ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ്. ദാറ്റ് ഇസ് എ പെട്രാർക്കൻ സോണറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഏതൊക്കെയാണ്? കപ്ലെറ്റ് 2 ലൈൻസ്, tercet 3 lines, and quatrain 4 lines, and sestet 6 lines. Now elegy written in a country churchyard, and this is written, and this is the quatrain 4 lines വീതമാണ് ഓരോ സ്റ്റാൻസിൽ. അങ്ങനെ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പോമാണ്. And now we are moving on to the explanation of elegy written in a country churchyard. That's important, and this is the repeated things also. Okay. And before moving on to this elegy written in a country churchyard, and who wrote this? Thomas Gray. Elegy written in a country churchyard. ആരാണ് എഴുതിയത്? തോമസ് ഗ്രേ. Thomas Gray wrote elegy written in a country churchyard. Okay, what do you mean by elegy? Elegy എന്ന് പറഞ്ഞാൽ വിലാപ കാവ്യം അല്ലേ. ഒരു മരണത്തിൽ അനുശോചിച്ച് നമ്മൾ എഴുതുന്നതാണ് elegy എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോർഫാദേഴ്സ് അല്ലേ, മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ഗ്രാൻഡ് പാരൻസ്, ആൻഷ്യൻ്റ് ആയിട്ട് നമ്മുടെ മുൻപേ ഉണ്ടായിരുന്ന ഫോർഫാദേഴ്സ്, അവരെല്ലാം സ്മരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അതിന് റീസൺ കൂടിയുണ്ട്, നമുക്ക് നോക്കാം. അതിന് മുൻപേ ഈ ഒരു സംഭവം ഓർമ്മിച്ച് വെക്കുക. ഗ്രേവ്യാർഡ് സ്കൂൾ ഓഫ് പോയട്രി, ഇതിവിടെ പറയാൻ കാരണം തോമസ് ഗ്രേ ബിലോങ്ങഡ് ടു ഗ്രേവ്യാർഡ് സ്കൂൾ ഓഫ് പോയട്രി. ഗ്രേവ്യാർഡ് സ്കൂൾ ഓഫ് പോയട്രി, ആൻഡ് ദിസ് പീരീഡ് ഇസ് കോൾഡ് ട്രാൻസിഷൻ പീരീഡ്. ട്രാൻസിഷൻ പീരീഡ്, ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രീ റൊമാൻറ്റിക് പീരീഡ്. ഈ റൊമാൻറ്റിക് പീരീഡ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ. ഓക്കെ, റൊമാൻറ്റിക് പീരീഡ് എന്നാ വന്നത്? നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് റവല്യൂഷൻ. ഈ റൊമാൻറ്റിക് പീരീഡ് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം 7, 8, 9 എങ്ങനെ ആദ്യം വെച്ചാൽ മതി. ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ ഹാപ്പൻഡ് ഇൻ 1789. ഇങ്ങനെ 7, 8, 9. അതേസമയം ലിറിക്കൽ ബാലഡ്സോ 1798. മാറിപ്പോകരുത് കേട്ടോ. 1798 ലിറിക്കൽ ബാലഡ്സ് ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ 1789 സംഭവിക്കുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ ദാറ്റ് മെയ്ഡ് എ ട്രമെൻഡസ് ചേഞ്ചസ്, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഫ്രീഡം, okay, freedom of individual freedom is mentioned by French Revolution. ഓക്കെ, അതിന് തൊട്ട് മുൻപായിട്ട്, ഇതിനൊക്കെ തൊട്ട് മുൻപായിട്ട് തന്നെ
ഈ 18ാം നൂറ്റാണ്ടിലെ നിയോ ക്ലാസിക്കൽ പീരീഡ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസിൽ നിന്നും മെല്ലെ മെല്ലെ കുറച്ചിങ്ങനെ സ്മൂത്ത് ആയിട്ട് സിമ്പിൾ ആയിട്ട് ലാംഗ്വേജിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി വന്ന കാലഘട്ടമായിരുന്നു ട്രാൻസിഷൻ പീരീഡ് ഓർ പ്രീ റൊമാൻറ്റിക് ഏജ്. ട്രാൻസിഷൻ പീരീഡ് ഓർ പ്രീ റൊമാൻറ്റിക് ഏജ്. ഗ്രേവ്യാർഡ് സ്കൂൾ ഓഫ് പോയട്രി ബിലോങ് ടു ദിസ് ഏജ്. പ്രീ റൊമാൻറ്റിക്, റൊമാൻറ്റിക്കിന് തൊട്ട് മുൻപേ ഉള്ള പീരീഡാണ്. ആൻഡ് ട്രാൻസിഷൻ പീരീഡ്, പ്രീ റൊമാൻറ്റിക് ഏജ്. ആൻഡ് തോമസ് ഗ്രേ മാത്രമല്ല, one group of writers, and they are called graveyard poets, and they are also called churchyard poets. churchyard poets എന്ന് വിളിക്കപ്പെടുന്നു. അവരുടെ ഫീച്ചേഴ്സ് എന്താണെന്നറിയാം? ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. അവരുടെ കവിതയിലൊക്കെ ഗ്ലൂമി, ഡെത്ത്, ഹ്യൂമൻസ് ഡെസ്റ്റിനി, നമ്മുടെ വിധി, മരണം, അല്ലേ, ഒരു മെലങ്കലിക്ക് മൊത്തത്തിലൊരു സാഡായിട്ടുള്ളൊരു ടോൺ ആയിരിക്കും. പിന്നെ ശവക്കല്ലറെ കുറിച്ച് പറയുന്നുണ്ടാവും ടോംസ്. പിന്നെ ഡെസൊലേറ്റ് ലാൻഡ്സ്കേപ്പ്, ആരുമില്ലാത്ത വിജനമായ സ്ഥലം, ഇതൊക്കെയാണ് അവരുടെ പൊതുവേയുള്ള പോംസിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നൗ Graveyard School of Poetry. Thomas Gray belonged to Graveyard School of Poetry. The other type is Churchyard Poetry, and features also be discussed, and gloomy, man's destiny, and desolate place, and tombs. All these are the features of this Graveyard School of Poetry. And just go through these persons, and all these writers belong to Graveyard School of Poets. Graveyard. Grave എന്ന് പറഞ്ഞാൽ തന്നെ ശവക്കല്ലർ അല്ലേ? ഓക്കെ. Oliver Goldsmith, William Cooper, Oliver Goldsmith, William Cooper, James Thomson, Edward Young, okay, Edward Young, and Thomas Gray, Robert Blair, and William Collins. All these are some of the writers belonging to Graveyard School of Poetry. Oliver Goldsmith, William Cooper, James Thomson, Edward Young, Thomas Gray, Robert Blair, William Collins. And now something about Thomas Gray and his very famous work, Elegy Written in a Country Churchyard. Okay, and Thomas Gray is widely known for a very famous poem, that is Elegy Written in a Country Churchyard. ഒരു വിലാപ കാവ്യാണ്. ആ വർഷം ഓർമ്മിച്ച് വെക്കണേ, 1751 ആണ്. 1751. ലുക്ക് അറ്റ് ദിസ് ഇയർ. ഫ്രഞ്ച് റെവല്യൂഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല, അതിന് തൊട്ട് മുൻപേ. ദാറ്റ്സ് എ പ്രീ റൊമാൻറ്റിക് ആൻഡ് ട്രാൻസിഷൻ പീരീഡ്. എലിജി റിട്ടൻ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് വാസ് ഇൻ 1751. He wrote this work, okay, as an elegy. Why? Because on the death of the poet Richard West എന്ന കവിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് ഇത് എഴുതിയെങ്കിലും അദ്ദേഹം ഇതിലൂടെ പറയുന്നത് നമ്മുടെ മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ഫോർ ഫാദേഴ്സിനെ ലാമെന്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പോമാണ് എലിജി റിട്ടൻ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. ഓക്കെ, അദ്ദേഹം ആ ഒരു ടോംബിൽ വന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചർച്ച്യാർഡ് വന്നിട്ട്, ആൻഡ് ഹി ലുക്ക് അറ്റ് all the persons and forefathers, and they are lying under this earth, and he remembers about that person's the great skill. അവർക്ക് എത്ര സ്കില്ലുള്ള ആളുകളായിരിക്കും അല്ലേ, അവർക്കൊന്നും അവരുടെ സ്കിൽ കാണിക്കാൻ പറ്റാതെ അവർ പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോമാണ് എലിജി റിട്ടൻ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. ആൻഡ് ഹി റോട്ട് ഓൺ ദി ഡെത്ത് ഓഫ് ദി പോയറ്റ് റിച്ചാർഡ് വെസ്റ്റ്, ആൻഡ് ഇൻ 1742. അത് അദ്ദേഹം മരണപ്പെട്ട വർഷമാണ്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഹൊറേസ് വാൽപോൾ ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ഹൊറേസ് വാൽപോൾ പോപ്പുലറൈസ്ഡ് പോം. ശരിക്കും തോമസ് ഗ്രേ അല്ല അത് ജനകീയമാക്കിയത്, ഹൊറേസ് വാൽപോൾ ആണ്. ഇപ്പോൾ ഹൊറേസ് വാൽപോളിനെ പറഞ്ഞ സ്ഥിതിക്ക് ഹൊറേസ് വാൽപോളിന്റെ പ്രത്യേകത, ആൻഡ് ഗോതിക് നോവൽസ്, is the father of Gothic novel. Castle of Otranto ട്ടോ, അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ് Castle of Otranto. Okay, Castle of Otranto by Horace Walpole. This is the Gothic novel. ഗോതിക് നോവൽ എന്ന് പറഞ്ഞാൽ ഹൊറർ അല്ലേ, ഹൊറർ, അതുപോലെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെയുള്ള പ്രേതം, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുള്ള നോവൽസാണ് ഗോതിക് നോവൽ. കാസിൽ ഓഫ് ഒട്രെൻറ്റോ is the Gothic novel by Horace Walpole. Horace Walpole is known as and he's father of Gothic fiction എന്നൊക്കെ പറയപ്പെടുന്നു. And actually he popularized this elegy written in a country churchyard. അത് ഓർമ്മിച്ച് വെക്കുക. And now elegy written in a country churchyard, this is written in iambic pentameter.
4 സ്റ്റാൻസ വീതം, 4 ലൈൻസ് ആണ് ഒരു സ്റ്റാൻസിൽ അല്ലേ? ഒരു സ്റ്റാൻസിൽ എത്ര ലൈൻസ് ആണ്? 4. അതിനാണ് ക്വാട്രെയിൻ എന്ന് പറയുന്നത്. ക്വാട്രെയിൻ. ഓക്കെ, ക്വാട്രെയിൻ. ക്വാട്രെയിൻ. ആൻഡ് ദിസ് പോം റിട്ടൺ ഇൻ അയാംബിക് പെൻഡാമീറ്റർ. ഇതിൻ്റെ മീറ്റർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അയാംബിക് പെൻഡാമീറ്റർ. അയാംബിക് പെൻഡാമീറ്റർ. ആൻഡ് ഈ ബിഗിനിങ് ലൈൻ ഇതൊന്ന് നോക്കി വെച്ചോളൂ. ഈ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലൈൻസിലാണ്. The curfew tolls the knell of parting day. The curfew tolls the knell of parting day. അങ്ങനെ ഞാനിത് പറയാൻ കാരണം this is written iambic pentameter. And what is that iambic pentameter? Iambic means ആദ്യം ഇത് നോക്കാം. ഫസ്റ്റ് ലൈൻ. How many syllables? Just find out how many syllables. എത്ര സിലബിൾ ഉണ്ട്? The curfew tolls the knell of parting day. 10 syllables. 10 syllables ഉണ്ട്. ഈ 10 syllablesനെ നമ്മൾ അങ്ങോട്ട് പേരാക്കി കഴിഞ്ഞാൽ the curfew tolls the knell of parting day. 1, 2, 3, 4, 5. 5 feet. How many feet? 5 ഫീറ്റ് എന്ന് പറയുന്നു. 5 ഫീറ്റ് ഉള്ളത് കൊണ്ട് ഇതിനെ പെൻഡാമീറ്റർ. 5 പെൻഡ. ഒറ്റ ഫീറ്റ് ആണെങ്കിൽ മോണോമീറ്റർ അല്ലേ? 2 ആണെങ്കിൽ ട്രയ. നൗ 5 അല്ലേ? 5 മീറ്റർ. ദാറ്റ് ഈസ് പെൻഡാമീറ്റർ. ഇനി ഫസ്റ്റിലെ നമുക്ക് അയാംബിക് എന്താ നോക്കണ്ടേ? അയാംബിക്കിൽ unstressed syllable is followed by stressed syllable. Unstressed syllable is followed by stressed syllable. Okay, unstressed syllable followed by stressed syllable. Idile the curve, the is a unstressed, is the stressed. Okay, and few is a unstressed and tall is stressed. The is unstressed, knell is stressed. Of is the unstressed, pa is the stressed. And ting is the unstressed and day is the, that is iambic. Iambic means unstressed syllable. Unstressed syllable followed by stressed syllable. That is iambic. Pentameter 5 feet. So thus ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദിസ് ഇസ് റിട്ടൺ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് ആൻഡ് ദാറ്റ്സ് റിട്ടൺ ഇൻ ആംബിക് പെൻഡാമീറ്റർ. ഇതിലെ മീറ്റർ ഏതാണ്? ആംബിക് പെൻഡാമീറ്റർ. Penta means 5 feet. Iambic means unstressed syllable is followed by stressed syllable. And this is the first line. ഇതും ചോദിച്ചതാണ്. The curfew tolls the knell of parting day. This is written in iambic pentameter. All this about elegy written in a country churchyard. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. elegy written in a country churchyard is written by Thomas Gray and this is an elegy and elegy as he wrote. And why he wrote this elegy? അത് ഓർമ്മയില്ല. Richard West, on the death of Richard West, and Thomas Gray belonged to Graveyard School of Poetry. And who are the members of Graveyard School of Poetry also we cited. And this is written in which meter? Iambic pentameter. Now next question, 18th. Okay, can you get the answer of this question number 18? Do not go gentle into that good night. Do not go gentle into that good night is addressed to, this is a poem and this is addressed to the poet's dash, and options are there. Option A, close friend, and option B, father, option C, mother, and option D, brother. And this poem is addressed to whom? This is the question. Do not go gentle into that good night. And this is addressed to, ആരോടാണ് അത് അഡ്രസ് ചെയ്യുന്നത്? ഈ ഒരു കവിത ആരെയാണ് അഡ്രസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് കുറച്ചൊരു അല്ലേ
നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2023. അതിന് ആൻസർ നോക്കാം. ഫാദറിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇനി ഇത് ആരെന്ന് എങ്ങനെയൊക്കെ അറിയണ്ടേ? ദിസ് ഇസ് ദ പോം ബൈ ഡിലൻ തോമസ്. ഓക്കെ, ഡിലൻ തോമസിന്റെ കവിതയാണ്. അദ്ദേഹം സ്വന്തം അച്ഛനെയാണ് ഇതിൽ അഡ്രസ് ചെയ്യുന്നത്. ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ ടൈറ്റിൽ ഓഫ് ദി പോം ബൈ ഡിലൻ തോമസ് അഡ്രസ് ടു ഫാദർ. ഇത് ഫേൺ ഹിൽ അല്ലേ? ദിസ് ഇസ് ദ അനദർ പോം ബൈ അത് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഫേൺ ഹിൽ ഇസ് എ പോം ബൈ ഡിലൻ തോമസ്. Fern Hill is the poem written by other one. Okay, another poem written by Dylan Thomas. Now question number 19. Okay, question number 19 is in Indian English literature. This is Indian English literature. Romantic age നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലേ? റൊമാൻറ്റിക് പീരീഡിൽ വില്യം വേർഡ്സ്വർത്തിൻ്റെ ദ പ്രെല്യൂഡ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുൻപേ പ്രീ റൊമാൻറ്റിക് ഏജിൽ തോമസ് ഗ്രേഡ് എലിജിറിറ്റിനെ കൺട്രി ചർച്ച് ഓൾസോ വി സൈറ്റഡ്. ആൻഡ് നൗ ദ 19th question is on Indian English literature. Which is your answer now? The novel by Raja Rao that explores the national freedom struggle. രാജാ റാവുടെ നോവലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൽ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് പറയുന്ന നോവൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ദ കാറ്റ് ആൻഡ് ഷേക്സ്പിയർ, ഓപ്ഷൻ ബി ദ സർപ്പന്റ് ആൻഡ് ദി റോപ്പ്, ഓപ്ഷൻ സി ദ ചെസ് മാസ്റ്റർ ആൻഡ് ഹിസ് മൂവ്സ്, ഓപ്ഷൻ ഡി കാന്തപുര. ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഏതാണ്? Here the answer is കാന്തപുര. രാജാ റാവുടെ കാന്തപുരയിലാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, നാഷണൽ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. നാഷണൽ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് കാന്തപുരയിലെ പ്രൊട്ടാഗണിസ്റ്റ് ആണ് മൂർത്തി. മൂർത്തി എന്ന് പറഞ്ഞാൽ ഈ കാന്തപുര എന്ന വില്ലേജിലെ ഫ്രീഡം സ്ട്രഗിളിലെ നേതാവായിരുന്നു. ഗാന്ധിയൻ എന്താ പറയുക റെസിസ്റ്റൻസിലൊക്കെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കാന്തപുര വില്ലേജിൽ മൂർത്തി. ഓർമ്മിച്ചേക്കുക, മൂർത്തി ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ, ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് കാന്തപുര. ദ ഓപ്ഷനിലുള്ള മറ്റൊരു വർക്കാണ് ദ കാറ്റ് ആൻഡ് ഷേക്സ്പിയർ. ദ കാറ്റ് ആൻഡ് ഷേക്സ്പിയർ എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? രാജാ റാവിൻ്റെ മറ്റൊരു വർക്കാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ദ സർപ്പന്റ് ആൻഡ് ദ റോപ്പ് ഓൾസോ റിട്ടൺ ബൈ രാജാ റാവു, ദ ചെസ് മാസ്റ്റർ ആൻഡ് ഹിസ് മൂവ്സ് ഓൾസോ റിട്ടൺ ബൈ രാജാ റാവു. അപ്പോൾ ഓപ്ഷനിൽ 4 രാജാ റാവിൻ്റെ വർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ സർപ്പന്റ് ആൻഡ് റോപ്പിൽ ചോദിക്കാറുള്ള ഒരു എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മെയിൻ ക്യാരക്ടർ രാമസ്വാമി ഒരു ക്യാരക്ടറാണ്, സാവിത്രി മറ്റൊരു ക്യാരക്ടറാണ്, മാഡ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള രാമസ്വാമിയുടെ വൈഫാണ് മാഡ്ലിൻ. പിന്നീട് സാവിത്രിയോട് ഇഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് കണ്ടാൽ മതി. രാമസ്വാമി, മാഡ്ലിൻ ഇസ് എ ഫ്രഞ്ച് വുമൺ ആൻഡ് സാവിത്രി. And the serpent and the rope is autobiographical work of Raja Rao. Autobiographical work ആണ്. Here serpent represents illusion. Okay, illusion represent ചെയ്യുന്നു. Rope represents reality. യാഥാർത്ഥ്യത്തെ represent ചെയ്യുന്നു. Okay, rope represents reality and serpent represents illusion. And Ramaswamy, Madeline and Savitri, all these are the characters in Serpent and Rope, and this is by Raja Rao. The Cat and Shakespeare also written by Raja Rao, and the Chess Master and his Moves also written by Raja Rao. Now question number 20. The sun is behind me. The sun is behind me. Nothing has changed since I began. Okay, nothing has changed since I began. These lines are by Thomas Hardy, Ted Hughes, Sylvia Plath, Kamala Das. Whose line is this? The sun is behind me and nothing has changed since I began. These lines are by ടെഡ് ഹ്യൂഗ്സിൻ്റെ ലൈൻസ് ആണ്. ടെഡ് ഹ്യൂഗ്സിൻ്റെ ഏത് വർക്കിൽ നിന്ന് എടുത്ത ലൈൻസ് ആണ് അതുകൂടി നോക്കേണ്ടത്. ദീസ് ലൈൻസ് ഫ്രം ഹോക്ക് റൂസ്റ്റിൻ. ടെഡ് ഹ്യൂഗ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു കാര്യമുണ്ട്. ഹി ഈസ് നോൺ ഫോർ ആനിമൽ ഇമേജറി. ഹി യൂസ് ഇൻ ഓൾ ഹിസ് ഫോംസ്. എക്സാമ്പിൾ ദ തോട്ട് ഫോക്സ് അല്ലേ, ഹോക്ക് റൂസ്റ്റിംഗ്,
Thought Fox is actually a metaphorical poem and it's talking about the poet's creation. ഒരാൾ മുൻപിൽ ഇങ്ങനെ പേജ് വെച്ചിരുന്നിട്ട് nothing is coming, my page is blank, my page is empty. ആ സമയത്താണ് ഒരു ഫോക്സ് വരുന്നത്. ആക്ച്വലി ഫോക്സ് represents the creation or imaginations that comes to his mind, and last what happened, the page is printed. ഒരു കവിയുടെ ഒരു ഇമാജിനേഷനൊക്കെ വരുന്നത് ഒരു ഫോക്സിലൂടെയാണ് അത് കാണിക്കുന്നത്. Thought fox here, fox is an imagery, animal imagery, and just like hawk roosting, hawk roosting is also used animal imagery. But Thaddeus എന്ന് പറയുമ്പോൾ he is notable person and for using what this animal imagery and other specialities that and Thaddeus is the husband of Sylvia Plath. അതും കൂടി ഓർമ്മിച്ച് വെക്കുക. ആൻഡ് ഇനി സിൽവിയ പ്ലാത്തിന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓപ്ഷനിലെ 2 പ്രധാനപ്പെട്ട ലേഡീസ് ഉണ്ട് കേട്ടോ. ആരൊക്കെയാണ്? സിൽവിയ പ്ലാത്തും കമലാദാസും. ഈ 2 പേർക്കും ഒരേപോലത്തെ ഒരു ഫീച്ചർ ഉണ്ട്. അത് എന്താന്ന് നോക്കാം. They are the confessional poets. Confessional poets ആണ് സിൽവിയ പ്ലാത്ത് ആൻഡ് കമലാദാസ്. ആൻഡ് വാട്ട് ഈസ് confessional poetry? സിൽവിയ പ്ലാത്തിന്റെ ഡാഡി ആൻഡ് ലേഡി ലസാറസ്. ഓക്കെ, Daddy and Lady Lazarus, and these 2 poems are examples for confessional poem. And Kamala Das also. But what do you mean by confessional poetry? Confessional poetry means and they are ready to expose their inner feelings. ഉള്ളിലുള്ള കാര്യം വളരെ കൂളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്നാൽ കുമ്പസരിക്കുകയാണെന്നല്ലോ, അതുപോലെ തന്നെ അവിടെ കവിതയും എല്ലാം തുറന്ന് പറയുന്ന രീതിയിലായിരുന്നു. സിൽവിയ പ്ലാത്ത്, ഡാഡി ആൻഡ് ലേഡി ലസാറസ്, ഫാദറിനോടുള്ള റിലേഷനാണ് ഡാഡിയിൽ പറയുന്നത്. ആൻഡ് കമലാദാസ് കമലാദാസ് സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള കളക്ഷൻ ഉണ്ട്, പിന്നെ ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കമലാ സുരയുടെ ആ ഒരു ഓപ്പൺ മൈൻഡ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് വൈ ഷീ ഈസ് ഓൾസോ എൻ കൺഫെഷണൽ പോയറ്റ്. Now question number 22. But for him it was his last afternoon as himself. But for him, it was his last afternoon as himself. The reference is to option A, Charles Dickens, option B, William Shakespeare, option C, W.B. Yeats, and option D, W.H. Auden. But for him it was his last afternoon. ഇത് അയാളുടെ അവസാനത്തെ ആഫ്റ്റർനൂൺ. അതിൽ നിന്ന് മനസ്സിലാക്കാം സംതിങ് റിലേറ്റഡ് ടു ദ ഡെത്ത് ഓഫ് സം പേഴ്സൺസ്, വൺ പേഴ്സൺ. വി ക്യാൻ ഗെസ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ചാൾസ് ഡിക്കൻസിനെ കുറിച്ച് അങ്ങനെ ആരും അദ്ദേഹം മരിച്ചതിന് ശേഷം എഴുതിയിട്ടുണ്ടോ? വില്യം ഷേക്സ്പിയർ, W.B. Yeats, W.H. Auden. Now, okay, the reference is to W.H. Auden. Now here in memory of W.B. Yeats, W.B. Yeats he disappeared in the dead of winter. Firstly, in memory of W.B. Yeats, this is the work by W.H. Auden. W.H. Auden work ആണിത്. W.H. Auden work ആണ്. W.H. Auden wrote in memory of W.B. Yeats. Yeatsന്റെ മരണത്തിൽ എഴുതിയാണ് in memory of W.B. Yeats. ഇതിലെ 2 ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. He disappeared in the dead of winter. This is the first line. He disappeared in the dead of winter. He disappeared in the dead of winter. Okay? അദ്ദേഹം മരിക്കുന്നത് ഡെഡ് ഓഫ് വിന്ററിലാണ്. ഡിസപ്പിയർ, അപ്രത്യക്ഷമാകുന്നു. ആരെക്കുറിച്ച് പറയുന്നത്? W.B. Yeatsനെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് ലൈൻ ഓഫ് ഇൻ മെമ്മറി ഓഫ് W.B. Yeats. ആൻഡ് അതർ വൺ ഈസ് ദ അതിനിടയിൽ വരുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ് ഫോർ പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ. W.H. Auden ആണ് പറഞ്ഞിട്ടുള്ളത് ഫോർ പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ. ഫോർ പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ. ആൻഡ് ദിസ് ഇസ് ഓൾസോ വൺ ലൈൻ ആൻഡ് വൺ ഓഫ് ദി ലൈൻസ് ഇൻ W.H. Auden. Okay. Now question number 23. Question number 23. Which of the pilgrims is described by Geoffrey Chaucer as a lover and a lusty bachelor? Okay, lover and lusty bachelor. ഏത് പിൽഗ്രിമിനെ ആണ് ഇവിടെ കാൻറ്റർബറി ടേൽസിലെ ജെഫ്രി ചോസറുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ നോട്ടബിൾ ആയിട്ടുള്ള വർക്കാണ് ദ കാൻറ്റർബറി ടേൽസ്. ജെഫ്രി ചോസർ ബിലോങ് ടു 14th century, 1340 to 1400. And he belonged to Middle English period.
He belonged to Middle English period. And he's also called the morning star of Renaissance. And in his Canterbury Tales, many pilgrims are described. And here lover and lusty bachelor എന്ന് പറയുന്നത് ആരെയാണ്? The squire, the manciple, the clerk, the sergeant. ഇവിടെ ആരാണ് ഉദ്ദേശിക്കുന്നത്? Yes, here Megha got the right answer. Very good. Okay, the squire. Okay, the squire is known as a lover and lusty bachelor. Okay, വളരെ യങ് ആയിട്ടുള്ള ഒരു ബാച്ചിലർ ആയിരുന്നു ആര്? സ്ക്വയർ. ആൻഡ് സ്ക്വയർ ഈസ് സൺ ഓഫ് നൈറ്റ്. അതിൽ ഫസ്റ്റ് പിൽഗ്രിം ആണ് ആര്? നൈറ്റ്. ആ നൈറ്റിൻ്റെ മകനാണ് സ്ക്വയർ. ഓക്കെ, നൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ആ പിൽഗ്രിമിൽ ഒരാളാണ്. ജെഫ്രി ചോസർ ഡിസ്ക്രൈബ് ചെയ്തതാണ്. അതിൽ പിന്നെ സൺ ഓഫ് നൈറ്റ് അല്ലേ? സൺ ഓഫ് നൈറ്റ്. Son of night is the squire. Okay, son of night is the squire. Now some informations regarding what the Canterbury Tales. The Canterbury Tales is a work by Geoffrey Chaucer. Okay, this is the poem by Geoffrey Chaucer. The Canterbury Tales included how many pilgrims? 31 pilgrims. 31 pilgrims ആണ്. അവരെല്ലാം സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്. പോകുന്ന വഴി അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർ സത്രത്തിൽ ഇന്നിൽ താമസിക്കുന്നു. ആ ഇന്നിൻ്റെ പേരാണ് ടബാർഡ് ഇൻ. അതുകൊണ്ട് ഇതിൻ്റെ സെറ്റിംഗ് ഏതാണ്? ടബാർഡ് ഇൻ. ദ ടബാർഡ് ഇൻ സൗത്ത് വാക്കിൽ ഇന്നിൽ അവർ താമസിക്കുന്നു. അതിൽ കൂടെ ചോസറും ഉണ്ട്. ആ ഇന്നിലെ ഹോസ്റ്റിൻ്റെ പേരാണ് ഹാരി ബെയ്ലി. ഹാരി ബെയ്ലി ഈസ് ദ നെയിം ഓഫ് ദി ഹോസ്റ്റ് ഇൻ ദിസ് ടബാർഡ് ഇൻ. ആൻഡ് അപ്പോൾ അവരായിരിക്കുന്ന സമയത്ത് ഹാരി ബെയ്ലി പറഞ്ഞു, നമുക്കിങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തരും 2 സ്റ്റോറീസ് പറയണം. സെയിൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ പിന്നെ അവിടെ അദ്ദേഹത്തെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്. പിൽഗ്രിമേജ് പോകുന്ന സമയത്ത് അവർ രാത്രി ഈ ഒരു ടബാർഡിൽ തങ്ങുന്നു. അപ്പോൾ ഹാരി ബെയ്ലി പറയും, ഒരു സജഷൻ വെക്കും, നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും 2 സ്റ്റോറി വീതം പറയണം. ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീണ്ടും 2 സ്റ്റോറി പറയണം. അതിൽ ഏറ്റവും നല്ല സ്റ്റോറിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ മീൽ തരുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഹാരി ബെയ്ലിയുടെ സജഷൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ എത്ര സ്റ്റോറീസ് നടന്നിട്ടുള്ളൂ? 24 സ്റ്റോറീസ് നടന്നിട്ടുള്ളൂ. ഈ പിൽഗ്രിംസിനെ കുറിച്ച് ജെഫ്രി ചോസർ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ദ കാൻറ്റംബറി ടെയിൽസ്. ഇതിലുള്ള ഓരോ പിൽഗ്രിംസും എന്താണ്? ദേ ആർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ, ആൻഡ് ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾസ് ഫ്രം ഇംഗ്ലണ്ട്. നൗ ഹൗ മെനി പിൽഗ്രിംസ്? എത്ര തീർത്ഥാടകർ ഉണ്ടായിരുന്നു? 31 ആണ്. ഈ 31 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 29 പിൽഗ്രിംസ്. 31 എന്ന് പറഞ്ഞാൽ 29 പിൽഗ്രിംസ് ആണ് അല്ലേ? 29 പിൽഗ്രിംസും പ്ലസ് ആരുടെ? നറേറ്റർ. ഹു ഇസ് ദ നറേറ്റർ? ജെഫ്രി ചോസർ ആൻഡ് ദ ഹോസ്റ്റ് ഹാരി ബെയ്ലി. എല്ലാവരും കൂടിയിട്ട് 31. ഓക്കെ, ആൻഡ് ടോട്ടൽ സ്റ്റോറീസ് 24 സ്റ്റോറീസ്. ദിസ് ഈസ് റിട്ടൺ ഇൻ ഈസ്റ്റ് മിഡിലാൻഡ് ഡയലക്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലെ കുറച്ച് ഡയലക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. നോർത്തർബിയൻ ആൻഡ് ഈസ്റ്റ് മിഡിലാൻഡ്, വെസ്റ്റ് മിഡിലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. നൗ ഈസ്റ്റ് മിഡിലാൻഡ് ഡയലക്ട്. ജെഫ്രി ചോസർ and he selected East Midland dialect to write this the Canterbury Tales. And other things that, excuse me, the other thing is that this Canterbury Tales, this idea, ഇങ്ങനെ പിൽഗ്രിംസ് എല്ലാം പോകുമ്പോൾ അങ്ങോട്ടൊരു സ്റ്റോറി ഇങ്ങോട്ടൊരു സ്റ്റോറി, ആ പിൽഗ്രിംസിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വർക്ക്, ഇങ്ങനെ ഒരു ഐഡിയ അദ്ദേഹത്തിന് കിട്ടിയത് ബൊക്കേഷ്യയുടെ ഡിക്കാമറോൺ എന്ന വർക്കിൽ നിന്നാണ്. അതിലും ഏകദേശം അങ്ങനെ പറയുന്നത്, അവർ ഹില്ലിൽ നിന്ന് ഇരിക്കുന്നതും അവിടെ ഇരുന്നിട്ട് സ്റ്റോറി പറയുന്നതൊക്കെ. അപ്പോൾ ബൊക്കേഷ്യസ് ഡിക്കാമറോൺ ഈസ് ദ സോഴ്സ് ഓഫ് ദ കാൻറ്റർബറി ടെയിൽസ്. ഓക്കെ, Boccacio's Decameron is the source of the Canterbury Tales. All these are the some of the explanations of the Canterbury Tales. Okay, this is written by Geoffrey Chaucer, and this includes 31 pilgrims, and it includes 24 stories, and this is written in East Midland dialect. And this idea he takes from Boccacio's Decameron, and the setting is the Tabard in Southwark, and who is the host of this Tabard in? Harry Bailey. Adile ഒരു പിൽഗ്രിം ആയിരുന്നു ദ സ്ക്വയർ. ഓക്കെ, ദ സ്ക്വയർ ഇസ് ദ സൺ ഓഫ് നൈറ്റ്. ഫസ്റ്റിൽ പറയുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളാണ് ദ നൈറ്റ്. നൈറ്റിന് ശേഷം പറയുന്നതാണ് ദ സ്ക്വയർ. ആൻഡ് സ്ക്വയർ ആസ് എ ലവർ ആൻഡ് ലസ്റ്റി ബാച്ചിലർ.
Now question number 24. Okay, question number 24. Friends, Romans, countrymen, and lend me your dash. Very famous speech. Very famous speech by ആരുടേതായിരുന്നു സ്പീച്ച് ഓർമ്മയുണ്ടോ? ഓക്കെ, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഐസ് ആണോ, ഇയേഴ്സ് ആണോ, എഫേർട്സ് ആണോ, എൻഡവേഴ്സ് ആണോ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചിന്റെ തുടക്കമാണ്. Who actually delivered this famous and beautiful speech? Do you know that? Friends, Romans, countrymen, lend me your ears. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. And this is a speech delivered by Mark Antony. Mark Antony in Julius Caesar. Okay, in Julius Caesar by William Shakespeare. Okay, William Shakespeare. ഷേക്സ്പിയറുടെ ഒരു ട്രാജഡിയാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ ഇസ് എ കിങ് ഓഫ് റോം ആൻഡ് ഹി വാസ് കിൽഡ് ബൈ കാഷ്യസ്, ബ്രൂട്ടസ് ആൻഡ് മാർക്ക് ആന്റണി അദ്ദേഹത്തിൻ്റെ വലങ്കി എന്ന് തന്നെ പറയാം. അദ്ദേഹം അവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ആയിരുന്നു ജനങ്ങളോട്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ആൻഡ് ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയുള്ള ഒരു സ്പീച്ച് ആയിരുന്നു അത്. ഷേക്സ്പിയറുടെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരു വളരെ എന്താ പറയുക നോട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് കൂടിയാണ്. അത്രയും നല്ല ഭംഗിയിലാണ് ആ ഒരു സ്പീച്ച് ചെയ്തിരിക്കുന്നത്. Now question number 25. Madam Bovary is a work by dash. Author dash എന്ന് പറഞ്ഞാൽ ഏത് ഓഥറാണ് ഇത് എഴുതിയിരിക്കുന്നത്, അദ്ദേഹം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ എ ഫ്രഞ്ച് വിക്ടർ ഹ്യൂഗോ, ഓപ്ഷൻ ബി റഷ്യൻ ലിയോ ടോൾസ്റ്റോയ്, ഓപ്ഷൻ സി ഫ്രഞ്ച് ഗുസ്റ്റേവ് ലെബേർട്ട് ആൻഡ് ഓപ്ഷൻ ഡി റഷ്യൻ ഫ്യോഡോർ ദസ്തോയോസ്കി. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ? മാഡം ബോവറി. മാഡം ബോവറി is a novel by French novelist ഗുസ്റ്റേവ് ലെബേർട്ട്. ഗുസ്റ്റേവ് ലെബേർട്ടിന്റെ നോവലാണ് മാഡം ബോവറി. ഗുസ്റ്റേവ് ലെബേർട്ട്, മാഡം ബോവറി. ഗുസ്റ്റേവ് ലെബേർട്ട്, മാഡം ബോവറി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പേഴ്സൺ റഷ്യൻ ഫ്യോഡോർ ദസ്തോയോസ്കി. ദസ്തോയോസ്കിയുടെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഓർമ്മിച്ച് വെക്കുക, ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ആൻഡ് ദ ഇഡിയറ്റ്. ഓക്കെ, ദ ബ്രദേഴ്സ് കാരമസോവ്. ഓക്കെ, ദ ബ്രദേഴ്സ് കാരമസോവ്, ദ ഇഡിയറ്റ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ദീസ് ആർ ദി വർക്ക് ബൈ ദസ്തോയോസ്കി ആൻഡ് ഫ്രം റഷ്യ. ഓക്കെ, ഹി ഈസ് എ റഷ്യൻ. ആൻഡ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, വെരി ഫേമസ് വൺ. ആൻഡ് ദ ഇഡിയറ്റ്, ദ ബ്രദേഴ്സ് കാരമസോവ്. ഓപ്ഷനിലെ മറ്റേ ആളാണ് ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് is also Russian. Important work War and Peace. And Anna Karenina. Anna Karenina and War and Peace. യുദ്ധവും സമാധാനവും. ഈ ദസ്തോയോസ്കി പറയുന്ന സമയത്ത് ഒരു സങ്കീർത്തനം പോലെ കേട്ടിട്ടുണ്ടോ? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇംഗ്ലീഷിൽ അങ്ങോട്ട് എഴുതിയതാ. ഒരു സങ്കീർത്തനം പോലെ ആരുടേതാണ്? പെരുമ്പടവം. പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ പറയുന്നത് ദസ്തോയോസ്കിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ബയോഗ്രഫി വെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി പറയുന്ന സമയത്താണ് ബയോഗ്രഫിയിലൂടെ പോകുന്നത് സങ്കീർത്തനം പോലെ എന്നത്. ഓക്കെ, ഫ്യോഡോർ ദസ്തോയോസ്കി and his important work is Crime and Punishment and The Idiot and Brothers Karamazov. And one more, Russian Leo Tolstoy's War and Peace, Anna Karenina, ആൻഡ് വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ്, പാവങ്ങൾ എന്ന് പറയും അല്ലേ, മലയാളത്തിൽ പാവങ്ങൾ എന്നുള്ള ലെസ് മിസറബിൾസ് ഫ്രഞ്ച്. ഇനി നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോളാക്കി തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റാൻസൈക് ഫോം അല്ലേ. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡിലെ സ്റ്റാൻസൈക് ഫോമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പോള് ഈ ഒരു ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിച്ചത് കപ്ലെറ്റ്, ടേഴ്സെറ്റ്, ക്വാട്രെയിൻ ആൻഡ് സെസ്റ്റെറ്റ്. ക്വാട്രെയിൻ ആണല്ലോ കറക്റ്റ് ആൻസർ. അത് 84% ആളുകൾ കറക്റ്റ് ആൻസർ നൽകിയിട്ടുണ്ട്. ദ സ്റ്റാൻസൈക് പാറ്റേൺ ഓഫ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് 84%. ഇതേപോലെ റൈറ്റ് ആൻസർ ക്വാട്രെയിൻ. നന്നായിട്ട് പഠിക്കുന്നുണ്ട് എല്ലാവരും. ആൻഡ് കപ്ലെറ്റ് 8% ആൻഡ് ടേഴ്സെറ്റ് 4%, സെസ്റ്റെറ്റ് 4%. ഞാൻ നേരത്തെ നോക്കുന്ന സമയത്ത് പിന്നെ 17 പേര് വോട്ട് ചെയ്തതിൽ 96%
ക്വാട്രനാണ്. ഇത് 25 വോട്ട്സ് ലഭിച്ചിട്ടുണ്ട്. അതിൽ 84% കറക്റ്റ് ആൻസറാണ് നൽകിയിട്ടുള്ളത്. അത് ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പെപ്പിൻ്റെ ലേണിംഗ് ആപ്പിൽ വന്നു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? മാഡം ബൗറി, ലെഗുസ്റ്റേഫ് ലെബോർഡ് ആൻഡ് അതർ പേഴ്സൺ ദസ്തോസ്കി ആൻഡ് വിക്ടർ ഹ്യൂഗോ ആൻഡ് ലിയോ ടോൾസ്റ്റോയ്, all these are the writers from other countries, from French and from France and from Russia. Okay, അന്ന കർണീന ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, ചോദിക്കാറുള്ളതാണ്. Now question number 26. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. Where the heart lies, let the brain be also. Where the heart lies, let the brain be also. This is the conclusion of a dedicatory stanza referring to the collection of verse by. This is the conclusion of a dedicatory stanza referring to collection of verse by Tennyson, Matthew Arnold, Robert Browning, Elizabeth Barrett Browning. Which is the right answer? Where the heart lies, let the brain be also. അല്ലെ, ഒരുപാട് കോട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 2023 മെയ്. ആൻസർ ഈസ് റോബർട്ട് ബ്രോണിംഗ്. ഓക്കെ, റോബർട്ട് ബ്രോണിങ്ങിൻ്റെ ആണ് ഇവിടെ പറയുന്നത്. റോബർട്ട് ബ്രോണിംഗ് ഈസ് നോൺ ഫോർ ഡ്രമാറ്റിക് മോണോലോഗ്. ഓക്കെ, അദ്ദേഹമാണ് ഡ്രമാറ്റിക് മോണോലോഗ് മെയിനായിട്ട് ചെയ്തത്. റോബർട്ട് ബ്രോണിംഗ് റോട്ട് ദിസ് പോം, അല്ലേ? ദിസ് ഇസ് എ പോം. ഓക്കെ, ദിസ് ഇസ് റിട്ടൺ ആസ് എ എപ്പിലോഗ്. എപ്പിലോഗ് എന്ന് പറഞ്ഞ ഒരു കൺക്ലൂഷൻ പാർട്ടായിട്ട് കൊടുക്കുന്നതാണ് എപ്പിലോഗ്. ടു ഡെഡിക്കേറ്റ് എ വോള്യൂം ഓഫ് പോയട്രി ടു, അത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ വോള്യൂം ഓഫ് പോയട്രി? എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെ എലിസബത്ത് ബ്രൗണിങ്ങിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു പോം. അതാണ് എന്ത്? വേർ ദ ഹാർട്ട് ലൈസ് ആൻഡ് ലെറ്റ് ദ ബ്രെയിൻ ബി ഓൾസോ. ആൻഡ് ദിസ് ഇസ് ബൈ റോബർട്ട് ബ്രൗണിങ്. ആൻഡ് റോബർട്ട് ബ്രൗണിങ് ഇസ് നോട്ട് ഫോർ ഡ്രമാറ്റിക് മോണോലോഗ്. അദ്ദേഹത്തിൻ്റെ ഡ്രമാറ്റിക് മോണോലോഗ് ഫേമസ് ആയിട്ടുള്ള പോംസ് മൈലാസ് ഡച്ചസ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, മൈലാസ് ഡച്ചസ് ആൻഡ് ആൻഡ്രിയ ഡെൽ സാട്ടോ, പിന്നെ ഫ്രാ ലിപ്പോ ലിപ്പി. These are the famous poem by Robert Browning, in which and he used this dramatic monologue. What do you mean by dramatic monologue? ഒരാൾ സംസാരിക്കുക, അല്ലേ? One speaker is there and speaker is speaking to someone else. In that way this poem is structured. Milas Duchess, Andrea del Sarto and Fra Lippo and all this related to paintings. അപ്പോൾ ഈ ഒരു കവിതയിലൊക്കെ പെയിൻറ്റിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഓക്കെ, now where the heart lies, let the brain be also by Robert Browning. Now 27. Some are born great, some achieve greatness, others have greatness dash upon them. This is also one quote. Okay, some are born great, some achieve greatness, others have greatness dash upon them. ഈ ഒരു കോട്ട് ഏതിൽ നിന്നും എടുത്തതാണെന്ന് നോക്കണം. ഇവിടെ കറക്റ്റ് ആൻസർ അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ത്രസ്റ്റ് എന്നാണ്. നമുക്ക് നോക്കാം. ഇത് 12th നൈറ്റിലാണ്. ദിസ് ഇസ് എ ആക്ട് 2 സീൻ 5 12th നൈറ്റ്. 12th നൈറ്റിലെ ഒരു ലൈനാണ് സം ആർ ബോൺ ഗ്രേറ്റ്. ചിലരൊക്കെ നല്ല ഗ്രേറ്റ് ആയിട്ട് ബോൺ ആവുന്നു. ആൻഡ് സം അച്ചീവ് ഗ്രേറ്റ്നെസ്, ചില ആളുകളൊക്കെ നേടുന്നു. ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം, അല്ലെ? അവരിൽ വിശ്വാസം വരുന്നു. അപ്പോൾ ത്രസ്റ്റ് ഈസ് ദ വേർഡ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ശരിക്കും നിങ്ങൾക്ക് ആ കോട്ട് അറിയണം, അല്ലേ? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവും. ക്രോൺഡ് ആണോ, പ്ലേസ്ഡ് ആണോ, ലെഡ് ആണോ, ത്രസ്റ്റ് ആണോ, കുറച്ച് ഫെമിലിയർ ആയിരിക്കണം ആ ഒരു കോട്ടിനെ കുറിച്ച്. ആൻഡ് 12th നൈറ്റ് ബൈ ഷേക്സ്പിയർ. Okay, 12th night is written by Shakespeare. Important characters Malvolio, Viola, Olivia ഒക്കെ ഒരു പ്രത്യേക പേരാണ്, അല്ലേ? അത് ഓൽവിച്ചു VO അല്ലേ, VOV അല്ലേ, OV ഇങ്ങനെ ഉണ്ട്, അല്ലെ? എല്ലാത്തിലും ഒരു OV ഉണ്ടെന്ന് ആലോചിച്ചു. Malvolio, Viola, Olivia, these are the main characters of 12th night by William Shakespeare. Now 28. The theatre known for its association with WB Yeatsമായി ബന്ധപ്പെട്ട തിയേറ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സ് ചെയ്തോളൂ. ഓപ്ഷൻ എ ഗ്ലോബ് തിയേറ്റർ ആണോ, ആൻഡ് ഐറിഷ് ഫ്രീ തിയേറ്റർ, ആബി തിയേറ്റർ, വൈൽഡ് ഗീസ് തിയേറ്റർ. വിച്ച് ഈസ് യുവർ റൈറ്റ് ആൻസർ? ഗ്ലോബ്, ഐറിഷ് ഫ്രീ, ആബി ആൻഡ് വൈൽഡ് ഗീസ്.
WBHന്റെ തിയേറ്റർ എന്ന് പറയുന്നത് ആബി തിയേറ്റർ. ആബി തിയേറ്റർ എന്നായിരുന്നു വന്നത് 1904. ഓക്കെ, 1904ലാണ് ആബി തിയേറ്റർ വന്നിട്ടുള്ളത്. ആബി തിയേറ്റർ ഈസ് ഓൾസോ, ആദ്യം ഇതിന്റെ പേര് നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ്. നാഷണൽ Theatre of Ireland. Ireland got the freedom and then Ireland people wants to get some cultural revival. അപ്പോൾ WB ഈറ്റ്സും പിന്നെ ആരൊക്കെയാണ് ഈ WB ഈറ്റ്സിന്റെ ഫുൾ നെയിം ആട്ടോ, അതൊന്നും പഠിക്കേണ്ട കേട്ടോ. വില്യം ബട്ട്ലർ ഈറ്റ്സ് എന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി. ലേഡി ഗ്രിഗറി, സീൻ ഓ സെസി, ജോൺ മില്ലിംഗ്ടൺ സിഞ്ച്. WB ഈറ്റ്സ്, ലേഡി ഗ്രിഗറി, സീൻ ഓ സെസി, ജോൺ മില്ലിംഗ്ടൺ സിഞ്ച്, JM സിഞ്ച്. JM സിഞ്ചിന്റെ റൈഡേഴ്സ് ടു ദ സീ ഫേമസ് ഡ്രാമ ആൻഡ് JM സിഞ്ച്, ഇവരെല്ലാവരും കൂടിയിട്ടാണ് ആബി തിയേറ്റർ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഹു ഈസ് ദ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം? WB ഈറ്റ്സ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ആബി തിയേറ്റർ. ബിഫോർ ആബി തിയേറ്റർ ദ നെയിം വാസ് നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയാണ്. നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ് ഇസ് ഓൾസോ കോൾഡ് ആബി തിയേറ്റർ. ആബി തിയേറ്റർ ആയിട്ട് ഫോം ചെയ്ത് 1904ലാണ്. അത് ഓർമ്മിക്കുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഈ ഗ്ലോബ് തിയേറ്റർ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഷേക്സ്പിയർ അല്ലേ. ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട തിയേറ്റർ ആണ് ഗ്ലോബ് തിയേറ്റർ. ആൻഡ് ആബി തിയേറ്റർ റിലേറ്റഡ് ടു WB ഈറ്റ്സ്. 29th, ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് വെയർ. ഈ ഓൾഡ് ഇംഗ്ലീഷും മിഡിൽ ഇംഗ്ലീഷും അല്ലേ, അത് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡയലക്റ്റ് ആണോ, പേഷ്യോസ് ആണോ, വെർണാക്കുലേഴ്സ് ആണോ, ക്രിയോല ആണോ? ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ്. ഓക്കെ, ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് വെർണാക്കുലേഴ്സ്, പ്രാദേശിക ഭാഷകളാണ്, ഓർമ്മിച്ച് വെക്കുക. ആൻഡ് നൗ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 30th ക്വസ്റ്റ്യൻ. 30 അല്ല, അതിനുശേഷം ഉണ്ട്. ഇപ്പം നമ്മൾ 30ാമത്തെ ഇന്നത്തെ ലൈവിൽ നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എമിനൻറ്റ് വിക്ടോറിയൻസ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ ഫോം ഓഫ് ഡാഷ്. എമിനൻറ്റ് വിക്ടോറിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ തന്ന ഒരു ഓഥറാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും പറയുമ്പോൾ അതിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. എമിനൻറ്റ് വിക്ടോറിയൻസ് നേരത്തെ ബ്ലൂംസ്ബറി ഗ്രൂപ്പ് പറഞ്ഞ സമയത്ത്, വെർജീനിയ വുൾഫിനെ പറഞ്ഞ സമയത്ത് നമ്മൾ ബ്ലൂംസ്ബറി ഗ്രൂപ്പ് പറഞ്ഞു. ബ്ലൂംസ്ബറി ഗ്രൂപ്പ് പറയുന്ന സമയത്താണ് നമ്മൾ ലിറ്റൻ സ്ട്രാച്ചിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോഴാണ് എമിനൻറ്റ് വിക്ടോറിയൻസ് പറഞ്ഞത്. ലിറ്റൻ സ്ട്രാച്ചിയുടെ വർക്കാണ് എമിനൻറ്റ് വിക്ടോറിയൻസ്. ആൻഡ് ലിറ്റൻ സ്ട്രാച്ചി ബിലോങ് ടു ബ്ലൂംസ്ബറി ഗ്രൂപ്പ്. ആൻഡ് ദിസ് ഇസ് എ ന്യൂ form of what? Biography കേട്ടോ. എന്താ ഈ ന്യൂ ഫോം ഓഫ് ബയോഗ്രഫി എന്ന് പറയാൻ കാരണം? ദിസ് ഇസ് ബൈ ലിറ്റൻ സ്ട്രാച്ചി. 1918ലാണ് 4 പേരുടെ ബയോഗ്രഫിയാണ് ഈ ഒരു വർക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. വൺ ഈസ് കാർഡിനൽ മാനിങ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഓർമ്മിച്ച് വെച്ചോളൂ. കാരണം ഇത് 2-3 തവണ ഈ ലിറ്റൻ സ്ട്രാച്ചിയുടെ വർക്ക് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കാം ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വർക്ക് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ ബയോഗ്രഫി പറഞ്ഞ വർക്ക് ഏതാണെന്ന് ചോദിക്കാം. ആൻഡ് തോമസ് ഏർണോൾഡ്, ഓക്കെ, മാത്യു ഏർണോൾഡ് അല്ല, തോമസ് ഏർണോൾഡ്. ആൻഡ് ജനറൽ ചാൾസ് ചൈനീസ് ഗോർഡൻ. ഇങ്ങനെ 4 പേരുടെ ബയോഗ്രഫിയിലൂടെയാണ് ഈ ഒരു വർക്ക് എമിനൻറ്റ് വിക്ടോറിയൻസ് അല്ലേ, ബൈ കുറച്ച് വിക്ടോറിയൻസിനെ കുറിച്ച് പറയുന്ന ലിറ്റൻ സ്ട്രാച്ചി, കാർഡിനൽ മാനിങ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, തോമസ് ഏർണോൾഡ് ആൻഡ് ജനറൽ ചാൾസ് ചൈനീസ് ഗോർഡൻ. ഓക്കെ, നൗ ടോട്ടലി വി ഡിസ്കസ്ഡ് 30 ക്വസ്റ്റ്യൻസ് അല്ലേ. 30 ക്വസ്റ്റ്യൻസ് ആണ് 50 എണ്ണത്തിൽ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് നമ്മൾ ഓരോന്നെടുത്ത് നോക്കി. അപ്പോൾ എമിനൻറ്റ് വിക്ടോറിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കത് മോഡേൺ പീരീഡിലുള്ള ഒരു വർക്കായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ. ഒരു മോഡേൺ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ മോഡേൺ പീരീഡിൽ നിന്നും ഒരെണ്ണം വന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അടുത്ത 29 ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മിഡിൽ ഇംഗ്ലീഷിൽ നിന്നും, ഓൾഡ് ഇംഗ്ലീഷും മിഡിൽ ഇംഗ്ലീഷായിട്ട് അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള കാറ്റഗറി കൊടുക്കാം, ലിംഗ്വിസ്റ്റിക്സ്. ഇനി അടുത്തത് നമുക്ക് എന്താ പറയാം? 28 ആണെങ്കിൽ ഇതും മോഡേൺ പീരീഡ് ആണ്. അപ്പോൾ മോഡേൺ പീരീഡ് നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത് ഇന്നലത്തെ ഡിസ്കഷനിൽ നമ്മൾ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് 27 ആണെങ്കിൽ ഇത് ഷേക്സ്പിയറുടെ അല്ലേ, ഷേക്സ്പിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് അല്ലേ, ഷേക്സ്പിയർ തന്നെ റിനൈസൻസ് പീരീഡ്. ദെൻ 26-ൽ
വിക്ടോറിയൻ പീരീഡ് അല്ലേ, റോബർട്ട് ബ്രൗൺ വിക്ടോറിയൻ പീരീഡ്. ആൻഡ് അടുത്തത് നോട്ട് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, സംതിങ് റിലേറ്റഡ് ടു ദ അതർ കൺട്രീസ് ലിറ്ററേച്ചർ, മാഡം ബോറി. ആൻഡ് ദെൻ ജൂലിയസ് സീസർ, ഷേക്സ്പിയറുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എത്ര എണ്ണം നമ്മൾ കണ്ടു. 12th നൈറ്റിലൊരു കോട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതാ വേറൊരു കോട്ട്, ജൂലിയസ് സീസറിൽ നിന്നും ഒരു കോട്ട് എടുത്ത് വിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 കോട്ടാണ് ഷേക്സ്പിയറുടെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോഴും ഷേക്സ്പിയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഓർമ്മിച്ച് വെക്കണം. മോഡേൺ, ഇപ്പോൾ പുതിയ കുട്ടികൾക്കൊന്നും പഠിക്കാൻ ഷേക്സ്പിയർ ഇല്ല, പക്ഷേ ഈ പറഞ്ഞ കേട്ടറ്റ് പോലത്തെ നെറ്റിനൊക്കെ ഷേക്സ്പിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. പിന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു കാൻറ്റംബറി ടെയിൽസ് എന്ന് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കാൻറ്റംബറി ടെയിൽസിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ചോദിക്കുന്ന സ്ക്വയറിനെ കുറിച്ച് ചോദിക്കും, നൈറ്റിനെ കുറിച്ച് ചോദിക്കും, വിഫ് ഓഫ് ബാത്ത്. ഈ വിഫ് ഓഫ് ബാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ വിഫ് ഓഫ് എന്നാട്ടോ, വിഫ് ഓഫ് ബാത്ത്, ബാത്തിലെ ഒരു ലേഡിയാണ്. അവർ ഗ്യാപ്പ് ടൂത്ത് അല്ലെ, ഗ്യാപ്പ് ടൂത്ത് പല്ലിനിടയുള്ള ആളാരാന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ അതാ വീണ്ടും WH ഓഡൻ അല്ലേ, WH ഓഡൻ എന്താണ്, മോഡേണിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻസ് വന്നത് ഏതായിരുന്നു, ടെഡ്യൂസ് അല്ലേ, ടെഡ്യൂസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്ന് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഡിലൻ തോമസ് അല്ലേ, ഡിലൻ തോമസിൻ്റെ ഒരു വർക്ക് ചോദിച്ചു. ദെൻ പ്രീ റൊമാൻറ്റിക് ഏജിൽ നിന്നും, റൊമാൻറ്റിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, പ്രീ റൊമാൻറ്റിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോളിലിട്ട ക്വസ്റ്റ്യൻ കേട്ടോ. അതിൽ എത്ര 84% ആണ് നമുക്ക് റൈറ്റ് ആൻസർ കിട്ടിയത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് 16th ക്വസ്റ്റ്യൻസിൽ കുറച്ച് റെയർ ആയിട്ടുള്ള വെർജിന വോൾഫിൻ്റെയും ആനി എർണോക്സിൻ്റെയും വർക്ക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഗ്രോത്ത് റൊമാൻറ്റിക് പീരീഡ് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2-3 ക്വസ്റ്റ്യൻസ് റൊമാൻറ്റിക് ആൻഡ് പ്രീ റൊമാൻറ്റിക് എന്ന് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ആൻഡ് വീണ്ടും റൊമാൻറ്റിക് പീരീഡിൽ നിന്ന് ചാൾസ് ലാംബ് അല്ലേ, ചാൾസ് ലാംബ്. അപ്പോൾ റൊമാൻറ്റിക്കിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ട്, മോഡേൺ പീരീഡിൽ നിന്ന് കൂടുതൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു 3-4 നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ അടുത്ത എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകാം. ഗ്രാമർ പാർട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മളുടെ ഒരു 2 ദിവസത്തെ മെയിൻ ഇംഗ്ലീഷിലെ മാരത്തൺ ആണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു 30 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഫാക്ട്സാണ് ഞാൻ തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ പറഞ്ഞ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ഉണ്ടായിരിക്കും എന്തായാലും. ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞിട്ട് എക്സാം ഹാളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓർമ്മിക്കാം. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. മാക്സിമം ടെൻഷൻസ് ഒഴിവാക്കി വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾ ഹെൽത്ത് ആയിരിക്കണം. അത് വളരെ മൊമെൻ്റ്, 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ നിമിഷമാണ്. അവിടെ ഒരിക്കലും നിങ്ങൾ വീഴാതെ, മാനസികമായോ ശാരീരികമായോ വീഴാതെ മുന്നോട്ട് പോവുക. എക്സാംസ് വളരെ റിലാക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കണം, ഓപ്ഷൻസും കംപ്ലീറ്റ് വായിക്കണം. ആൻസർ 101% നിങ്ങൾക്ക് A ആണെന്ന് അറിഞ്ഞാൽ പോലും നിങ്ങൾ 4 ഓപ്ഷനിലൂടെയും പോകണം. കാരണം എവിടെയാണ് ട്രിക്ക് ഉള്ളത് പറയാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ കണ്ടില്ല എന്നൊക്കെ വരും. സോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ cool mind, okay, be a cool person in the examination hall and go through all the options and read the complete questions and all the very best for your exam. Okay, study well and prepare well and do the practices and